വാർത്തയിലേക്ക് സിപിഎം പ്രവർത്തകർ ആക്രമിച്ചെന്ന് ആരോപിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമായി തുടരുന്നു. പ്രൈവറ്റ് ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങി. ഒട്ടുമിക്ക കടകമ്പോളങ്ങളും തുറന്നു പ്രവർത്തിച്ചു. ജില്ലയിലെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇന്നലെ രാത്രി കാട്ടായിക്കോണത്ത് ബിജെപി സിപിഎം സംഘർഷം നടന്നിരുന്നു. കാട്ടായിക്കോണത്തുണ്ടായ സിപിഎം ബിജെപി സംഘർഷത്തെ തുടർന്നാണ് ബിജെപി തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താൽ നടത്തുന്നത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ LDFും ഹർത്താൽ ആചരിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരവികസന മാസ്റ്റർ പ്ലാനെതിരെ ബിജെപി ഇന്നലെ നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇതിനിടെ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്കും 27 പ്രവർത്തകർക്കും പരിക്കേറ്റു. 10 ഡിവൈഎഫ്ഐ പ്രവർത്തകരും ആശുപത്രികളിലുണ്ട്. കരുതിക്കൂട്ടി ബിജെപി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. ഇവിടെ വന്നൊരു സമരം ചെയ്യേണ്ട സാഹചര്യമില്ലായിരുന്നു. അപ്പൊ എന്നിരിക്കെ പോലും ഇവിടെ ആസൂത്രിതമായി പുറത്തു നിന്നുള്ള ഒരു അടക്കം ഇവിടെ വന്ന് മനഃപൂർവ്വം കലാപമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇക്കാര്യം പോലീസും അന്വേഷിക്കുന്നുണ്ട്. സംഘർഷ സ്ഥലത്ത് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തരുതെന്ന് പോലീസ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. ഒരു കാരണവശാലും സംഘം ചേരുകയോ ജാഥ നടത്തുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടായി സംഘടിത ശ്രമം ഉണ്ടാകാൻ സമ്മതിക്കില്ല. അത്തരത്തിൽ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവരെല്ലാം പിരിച്ചുവിടുകയും ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യും. അക്രമത്തിനിടെ നിരവധി കടകളും സിപിഎം അണിയൂർ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും ബിജെപി പ്രവർത്തകർ നശിപ്പിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ 2 ബിജെപി പ്രവർത്തകരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.